കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ സിലബസൊക്കെ നോക്കി. 4 മൊഡ്യൂളാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അതിൽ ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ കണ്ടതാണ്. സോ ഇന്ന് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫങ്ഷൻ ആൻഡ് ഇൻറ്റേർണൽ മെമ്മറി ആണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ദ വോൺ ന്യൂമാൻ മെഷീൻ. വോൺ ന്യൂമാൻ മോഡൽ എന്നൊക്കെ നമുക്ക് പറയാം. വോൺ ന്യൂമാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ പിന്നീട് വോൾ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് റെഫർ ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് വോൾ ന്യൂമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ 1945 അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ പിന്നീട് അതിനെ വോൾ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ആർക്കിടെക്ചർ വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിട്ടുള്ളത് എന്നതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. അപ്പോൾ ഈ വോൾ ന്യൂമാൻ ആർക്കിടെക്ചറിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ഇതാണ് വോൾ ന്യൂമാൻ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഒരു മോഡലാണ് ഇത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ കമ്പോണൻസ് ഒക്കെ ഇതിലുണ്ട്. ഇപ്പം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കൺട്രോൾ യൂണിറ്റും അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റും രജിസ്റ്റേഴ്സും ഉള്ളത്. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയും പറഞ്ഞു. അതൊക്കെ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം. സോ മെയിൻലി വോൾ ന്യൂമാൻ മോഡലിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ 3 കോമ്പണൻസ് ആണ് ഉള്ളത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ബസ്സസ്, മെമ്മറി യൂണിറ്റ്. ആ ഫിഗറിൽ നമുക്ക് കാണാം ഈ 3 കോമ്പണൻസിനെയും. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, ബസ്സസ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോ കോമ്പണൻസിനെയും ഡീറ്റെയിൽ ആയിട്ടാണ്. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസ്, കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. എന്താണ് CPU-ൻ്റെ ഫങ്ഷന് എന്നൊക്കെ പറയാം. The part of the computer that perform the bulk of data processing operation is called the central processing unit. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡാറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷനൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന കമ്പ്യൂട്ടർ പാർട്ടിനെയാണ് നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ബൾക്ക് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പറേഷൻസ്, ഒരുപാട് ഡാറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് അതൊക്കെ പെർഫോം ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗത്തിനെ അല്ലെങ്കിൽ പാർട്ടിനെയാണ് നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന പേരിൽ പറയുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചുമതലയും ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനാണ്. അതാണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ആ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലുള്ള ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU-നുണ്ട്. CPU-ൻ്റെ മേജർ കമ്പോണൻസുകളാണ് അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് അഥവാ ALU, ദെൻ കൺട്രോൾ യൂണിറ്റ് ആൻഡ് ഒരുപാട് രജിസ്റ്റേഴ്സ്, വെറൈറ്റി ഓഫ് രജിസ്റ്റേഴ്സ്. നമ്മൾ ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും CPU-ൻ്റെ ഉള്ളിലാണ് ഈ ഒരു അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ALU ഉള്ളത്. ഓൾസോ അതിൻ്റെ ഉള്ളിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ആ ഒരു CPU-ൻ്റെ ഉള്ളിലാണുള്ളത്. നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെയാണ് CPU-യുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് CPU എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ പെർഫോം ചെയ്യേണ്ട എല്ലാ ഓപ്പറേഷൻസും ഈ ഒരു CPU ആണ് പെർഫോം ചെയ്യുക. കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിനെ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചുമതലയും ഈ ഒരു CPU-നാണ്. അതാണ് മെയിനായിട്ട് CPU-ൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്
CPU ഉള്ളിലുള്ള കമ്പോണൻസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ALU അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇനി എന്താണ് ALU അഥവാ അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് പെർഫോം ദ റിക്വയർഡ് മൈക്രോ ഓപ്പറേഷൻസ് ഫോർ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്രോ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് ആണ്. മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓരോ ഓപ്പറേഷൻസ്, നമ്മളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ്. അതാണ് ALU അലോസ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ടു ബി ക്യാരിഡ് ഔട്ട്. അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ്. ഇത് ചെയ്യുന്നത് ALU യൂണിറ്റ് ആണ്. പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പെർഫോം ചെയ്യുന്നതും ALU യൂണിറ്റ് ആണ്. അപ്പം ALU യൂണിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ മൈക്രോ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനുള്ള യൂണിറ്റ് ആണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺട്രോൾ യൂണിറ്റ്. Controls the operation of components like ALU, memory, input output devices. ഇപ്പോൾ ALUയിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആവട്ടെ, മെമ്മറിയിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആവട്ടെ, ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആവട്ടെ, ഈ ഓപ്പറേഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി എന്തൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിലുള്ളത്? ഇത് കൺസിസ്റ്റിംഗ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിൽ നമുക്ക് എവിടെ നിന്നാണോ നമുക്കൊരു ഇൻസ്ട്രക്ഷനെ എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ അഡ്രസ്സ് തരുന്നത് പ്രോഗ്രാം കൗണ്ടറാണ്. പ്രോഗ്രാം കൗണ്ടറിന് നമുക്ക് PC, ആ ഒരു ഫിഗറിലുണ്ട് PC. ആ PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ്. അതായത് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യേണ്ടത് എന്നുള്ള അഡ്രസ്സിനെ പറഞ്ഞു തരുന്ന ആളാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഏത് ഇൻസ്ട്രക്ഷനെയാണ് നമുക്ക് ഫെച്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത്. എക്സിക്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ നിന്ന് ഏത് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഫെച്ച് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൺട്രോൾ യൂണിറ്റിൻ്റെതാണ്. കൺട്രോൾ യൂണിറ്റിൽ 2 കോമ്പോണൻസ് അല്ലെങ്കിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പ്രോഗ്രാം കൗണ്ടറും ഒന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷനെ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതിൻ്റെ അഡ്രസ്സിനെ പറഞ്ഞു തരുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. ഏത് ഇൻസ്ട്രക്ഷനെയാണ് നമുക്ക് മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് പറഞ്ഞു, കൺട്രോൾ യൂണിറ്റ് പറഞ്ഞു. ദെൻ നമുക്ക് മൂന്നാമത് അതിലുണ്ടായിരുന്നത് രജിസ്റ്ററാണ്. രജിസ്റ്റർ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയാസ് ഇൻ ദ CPU-യിലുള്ള ഒരുപാട് ഡാറ്റയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഏരിയ ആണ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. The data processed by the CPU are fetched from the registers. CPU പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റകളെയൊക്കെ ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് എടുക്കുന്നത്. ഈ ഡാറ്റയൊക്കെ നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റയൊക്കെ എടുക്കുന്നത് രജിസ്റ്റേഴ്സിൽ നിന്നാണ്. അപ്പം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു ഡാറ്റ സ്റ്റോറേജ് ആണ്. ഒരുപാട് ഹൈ സ്പീഡ് നമുക്ക് ഡാറ്റയൊക്കെ ഹൈ സ്പീഡിൽ നമുക്ക് സ്റ്റോർ ചെയ്ത ഡാറ്റനെ എടുക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് രജിസ്റ്ററാണ്. ദെൻ നമ്മളെ കമ്പോണൻസിലെ രണ്ടാമത്തെ കമ്പോണൻ്റാണ് ബസ്. ആദ്യം നമ്മൾ CPU പറഞ്ഞു, CPU-ൻ്റെ ഉള്ളിൽ 3 കമ്പോണൻസ് പറഞ്ഞു: അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് CPU കഴിഞ്ഞാൽ ബസ്സസ് ആണ്.
Buses are the means by which information is shared between the registers in a multiple register configuration system. മെയിൻലി ബസ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഇപ്പോൾ നമുക്ക് പറഞ്ഞു ഒന്നിൽ കൂടുതൽ സ്റ്റോറേജൊക്കെ രജിസ്റ്റേഴ്സ് ആവട്ടെ, നമുക്ക് ഒരുപാട് രജിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ രജിസ്റ്റേഴ്സ് തമ്മിൽ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ ഷെയർ ചെയ്യേണ്ടി വരും. അതൊക്കെ പോസിബിൾ ആവുന്നത് ബസ് യൂസ് ചെയ്തിട്ടാണ്. ഒരുപാട് രജിസ്റ്റേഴ്സൊക്കെ തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതൊക്കെ ബസ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് മെയിൻലി 3 ബസ്സാണുള്ളത്. അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. അങ്ങനെ 3 ബസ്സാണ് നമുക്കുള്ളത്. ബസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്. ആ ലൈനിലൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത്. അങ്ങനെ 3 ലൈനാണ് നമുക്കുള്ളത്. അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. അഡ്രസ് ബസ് എന്ന് പറയുന്നത്, അഡ്രസ് ബസ് ക്യാരീസ് ദ അഡ്രസ് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ദ പ്രൊസസ്സർ ആൻഡ് ദ മെമ്മറി. മെമ്മറിയും പ്രോസസ്സറും തമ്മിൽ അഡ്രസ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബസ്സാണ് അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ. അഡ്രസ് ബസ് ക്യാരീസ് ദ അഡ്രസ് ഓഫ് ദ ഡാറ്റ. ഈ ഡാറ്റ എവിടെയാണോ ഉള്ളത് എന്നതിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടണം. സോ ഈ അഡ്രസ്സിനെ കൊടുക്കുന്നത് അഡ്രസ് ബസ്സിലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ് ബസ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ബസ് എന്ന് പറഞ്ഞാൽ, ഡാറ്റ ബസ് ക്യാരീസ് ഡാറ്റ ബിറ്റ്വീൻ ദ പ്രൊസസ്സർ, ദ മെമ്മറി യൂണിറ്റ് ആൻഡ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. പ്രൊസസ്സറും മെമ്മറി യൂണിറ്റും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്തിട്ട് അതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ബസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡാറ്റ ബസ്സിലൂടെ ഡാറ്റയാണ് പോകുന്നത്. അഡ്രസ് ബസ്സിലൂടെ അഡ്രസ്സിനെയാണ് കൊടുക്കുന്നത്, ഡാറ്റ ബസ്സിലൂടെ ഡാറ്റയാണ് കൊടുക്കുന്നത്. കൺട്രോൾ ബസ് എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നൽസിനെ, കൺട്രോൾ ബസ് ക്യാരീസ് സിഗ്നൽസ് ഓർ കമാൻഡ്സ് ഫ്രം ദ CPU. CPU എന്ന് വരുന്ന കമാൻഡ്സ് അല്ലെങ്കിൽ സിഗ്നൽസ് അതിനൊക്കെ ക്യാരി ചെയ്യുന്നതാണ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. സോ മെയിൻലി നമുക്ക് 3 ബസ്സാണുള്ളത്. അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. അഡ്രസ് ബസ് ആണെങ്കിൽ അഡ്രസ്സിനെ ക്യാരി ചെയ്യുന്നു, ഡാറ്റ ബസ് ആണെങ്കിൽ ഡാറ്റയെ ക്യാരി ചെയ്യുന്നു, കൺട്രോൾ ബസ് ആണെങ്കിൽ CPU എന്നുള്ള കൺട്രോൾ സിഗ്നൽസിനെ അല്ലെങ്കിൽ കമാൻഡ്സിനെ ക്യാരി ചെയ്യുന്നു. ഇത് നമുക്ക് 3ാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ളത് മെമ്മറി യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ് ഈസ് നീഡഡ് ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി സ്റ്റോറേജ്. നമ്മൾ ഡാറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെമ്മറി യൂണിറ്റ്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജിലേക്ക് ഡാറ്റ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള അവിടെ നിന്ന് ഡാറ്റ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു മെമ്മറി വേണം, അല്ലെങ്കിൽ ഒരു ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് സ്റ്റോറേജ് വേണം. അപ്പം മെമ്മറി നമ്മൾ അതിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണോ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് ഡാറ്റ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് നമുക്ക് ഡാറ്റയെ കൊടുക്കാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ദ മെമ്മറി stores binary information in a group of bits called word. മെമ്മറി എന്ന് പറയുന്നത് ബൈനറി ഇൻഫോർമേഷൻസിനെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാക്കുക. ഇൻ ഒരു ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ്. ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0s and 1s എന്നൊക്കെ പറയുന്നതിൻ്റെ കോമ്പിനേഷൻസ് ആണ്. സോ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇൻഫോർമേഷൻസിനെ, ബൈനറി ഇൻഫോർമേഷൻസ് ആയിട്ടാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഗ്രൂപ്പിനെ നമ്മൾ വേർഡ് എന്ന പേരിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് എ മെമ്മറി യൂണിറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ നമ്പർ ഓഫ് വേർഡ്സ്.
മെമ്മറി യൂണിറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർഡ്സിനെ അനുസരിച്ചിട്ടായിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഈച്ച് വേർഡ്. ഓരോ വേർഡിലും എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് മെമ്മറി യൂണിറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പം മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജിൽ നിന്ന് നമുക്ക് ഡാറ്റ എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ അങ്ങോട്ട് കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. 2 major type of memories are used in computer system. മെയിൻലി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ 2 ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റാമും റോമും. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. നമുക്ക് പെർമനൻറ്റ് സ്റ്റോറേജും ഉണ്ട്, ടെമ്പററി സ്റ്റോറേജും ഉണ്ട്. ഓക്കെ, അപ്പം പെർമനൻറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ നമ്മൾ വൺസ് അത് ആ സ്റ്റോറേജിൽ എല്ലാ ടൈമിലും നമ്മുടെ ഡാറ്റ അവിടെ ഉണ്ടായിരിക്കും. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് പവർ കട്ടായി പോയാലും നമ്മുടെ ഡാറ്റ ആ ഒരു സ്റ്റോറേജിൽ പെർമനൻ്റ്ലി ഉണ്ടായിരിക്കും. നമുക്ക് പിന്നീട് അതിനെ എടുക്കാൻ പറ്റും. ടെമ്പററി സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ നമുക്ക് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ 2 മെമ്മറിയാണ് നമുക്കുള്ളത്, റാൻഡം ആക്സസും റീഡ് ഓൺലി മെമ്മറിയും. അപ്പോൾ ഇത്രയാണ് വോൾ ന്യൂമാൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മോഡലിൽ ഉള്ളത്. അപ്പോൾ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. വോൾ ന്യൂമാൻ മെഷീൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അതിൻ്റെ ആർക്കിടെക്ചർ കണ്ടു, അതിലേതൊക്കെ കോമ്പണൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു, ആ ഓരോ കോമ്പണൻസിൻ്റെയും ഫങ്ഷൻസും പറഞ്ഞു.